आपको लिख के दे रहा हूं, उत्तर प्रदेश में इंडिया गठबंधन का तूफान आ रहा है. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി, കനൌജിൽ അഖിലേഷ് യാദവ്, വാരാണസിയിൽ നരേന്ദ്രമോദി. ഹിന്ദി ഹൃദയഭൂമിയിലാണ് ഇനി തീപാറും തെരഞ്ഞെടുപ്പ് പോരാട്ടം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ കണ്ണുകളും യു പിയിലേക്കാണ്. 24 മണ്ഡലങ്ങളിലായി പടർന്നു കിടക്കുന്ന സെൻട്രൽ യു പിയിലെ 13 മണ്ഡലങ്ങൾ മെയ് 13-ന് വിധിയെഴുതും. 2019-ൽ 24-ൽ 22 നേടി BJP അപരാജിത കുതിപ്പ് നടത്തിയ മേഖല. എങ്കിലും അടിയൊഴുക്കുകൾക്ക് ഇപ്പോഴും ശേഷിയുള്ള മണ്ണ്. ഉത്തർപ്രദേശിലെ ഇന്ത്യ മുന്നണിയുടെ തേരാളി അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജാണ് 4ാം ഘട്ടത്തിലെ സ്റ്റാർ മണ്ഡലം. സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ സർപ്രൈസ് എൻട്രിയാണ് ഇത്തവണ അഖിലേഷിന്റേത്. ആദ്യം തീരുമാനിച്ചത് RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മരുമകൻ തേജ് പ്രതാപിനെ. സൈക്കിൾ കോട്ട കാക്കാൻ അഖിലേഷ് തന്നെ വേണമെന്ന് പ്രവർത്തകരുടെ മുറവിളി. ഒടുവിൽ അണികളുടെ വികാരം മാനിച്ച് അഖിലേഷ് തന്നെ ഗോദയിലിറങ്ങി. മുലായം കുടുംബത്തിന്റെ കുടുംബ മണ്ഡലമാണ് കനൌജ്. മുലായം സിംഗ് അടക്കിവാണ മണ്ഡലത്തിൽ 2000 മുതൽ 2012 വരെ അഖിലേഷായിരുന്നു MP. മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം ഭാര്യ ഡിംപിൾ യാദവിനെ കളത്തിലിറക്കി. ഉപതെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ ജയം. 2014-ലും വിജയത്തുടർച്ച. പക്ഷേ 2019-ൽ കാലിടറി. സുബ്രത് പതക്കിലൂടെ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJPയുടെ അട്ടിമറി. ഇത്തവണ എതിരാളിയായി അഖിലേഷ് തന്നെ എത്തിയതോടെ BJP ക്യാമ്പും കനത്ത ജാഗ്രതയിലാണ്. ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിന്റെ പ്രതീതി എന്നാണ് BJPക്കായി ഇത്തവണയും ഇറങ്ങുന്ന സുബ്രത് പതക്കിന്റെ പ്രതികരണം. കനൌജ് തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറം UPയിൽ BJPയെ തളയ്ക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് അഖിലേഷിന്. മോദിയുടെ 400 കടന്നുള്ള സീറ്റ് സ്വപ്നം നടക്കണമെങ്കിൽ UP കനിഞ്ഞേ തീരൂ. 2014-ഉം 2019-ഉം ഇത്തവണ ആവർത്തിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു അഖിലേഷ് യാദവ്. So this time again there'll be a new prime minister and he should not be worried. He should be worried about himself. He's losing UP. 2019-ൽ BSPയുമായി കൈകോർത്തുള്ള മഹാഗഡ്ബന്ധൻ പരാജയമായിരുന്നുവെങ്കിലും ഇത്തവണ ഇന്ത്യ മുന്നണി എന്ന പരീക്ഷണം വിജയം കാണുമെന്നാണ് പ്രതീക്ഷ. സീറ്റ് വിഭജനമടക്കം വേഗത്തിൽ പൂർത്തിയാക്കാൻ സംസ്ഥാനത്ത് മുന്നണിക്കായി. റായ്ബറേലി, അമേഠി, വാരാണസി ഉൾപ്പെടെ 17 സീറ്റുകൾ കോൺഗ്രസിന് നൽകി. 63-ഇടത്ത് SPയും മത്സരിക്കുന്നു. റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കുന്നതിന് പിന്നിൽ അഖിലേഷിന്റെ താല്പര്യം കൂടിയുണ്ട്. RSS പ്രത്യയശാസ്ത്രത്തിന്റെ ലബോറട്ടറി കൂടിയാണ് ഉത്തർപ്രദേശ്. അവിടെ സംഘപരിവാറിനെതിരെ എന്നും വിട്ടുവീഴ്ചയില്ലാത്ത ശബ്ദമാണ് അഖിലേഷിന്റേത്. മുസഫർ നഗർ കലാപത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേവല ഭൂരിപക്ഷം നേടുകയും യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. തീവ്ര ഹിന്ദുത്വ നയങ്ങൾക്ക് ഗതിവേഗം കൂടിയ സമയം. അപ്പോഴും ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമായി അഖിലേഷും SPയും നിലകൊണ്ടു. 2014-ൽ മോദി തരംഗത്തിനിടയിൽ 22% വോട്ട് മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് നേടാനായത്. 2017-ലും സംസ്ഥാന ഭരണം കൈവിട്ടു. 2019-ലെ പരീക്ഷണവും തകർന്നടിഞ്ഞു. എന്നാൽ 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറാൻ കഴിഞ്ഞില്ലെങ്കിലും 32% വോട്ട് നേടി ശക്തമായ പ്രതിപക്ഷമായി അഖിലേഷിന്റെ നേതൃത്വത്തിൽ പാർട്ടി തിരിച്ചുവന്നു. 4ാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന മണ്ഡലങ്ങളിൽ ഏറെയും BSPക്കും വളക്കൂറുള്ള ഇടങ്ങളാണ്. 2019-ൽ SPക്കൊപ്പം ചേർന്ന് പല മണ്ഡലങ്ങളിലും മത്സരിച്ചത് BSP സ്ഥാനാർത്ഥികളാണ്. പഴയ പ്രതാപമില്ലെങ്കിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന BSP വോട്ട് ഭിന്നിപ്പിക്കുമോ എന്ന ആശങ്ക SPക്കുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ശക്തമായ ജനവികാരം ആദ്യ 3 ഘട്ടങ്ങളിലും പ്രതിഫലിച്ചു എന്നാണ് അഖിലേഷിന്റെ ആത്മവിശ്വാസം. ഇനിയും അടങ്ങാത്ത കർഷകരോഷം പ്രതിപക്ഷത്തിന് അനുകൂലമാകുമെന്നും അവർ കണക്കുകൂട്ടുന്നു. തൊഴിലില്ലായ്മയും ചോദ്യപേപ്പർ ചോർച്ചയുമെല്ലാം യുവ വോട്ടർമാർക്കിടയിൽ അഖിലേഷ് കത്തിച്ചു നിർത്തുന്നുണ്ട്. അദാനിയെക്കുറിച്ച് മോദി നടത്തിയ പ്രസംഗമാണ് അഖിലേഷിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പുതിയ ആയുധം. BJP ആകട്ടെ മോദിയുടെയും യോഗിയുടെയും നേതൃത്വത്തിലാണ് മത്സരം കടുപ്പിക്കുന്നത്. കൊടുമ്പിരി കൊണ്ട പ്രചാരണം ആർക്കനുകൂലമാകുമെന്ന് കണ്ടറിയണം.